ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും പരിപാലനയും നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകട്ടെ എന്ന് ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ വചനവിചിന്തനം കേൾക്കുന്നവർക്കും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നവർക്കും വേണ്ടി എന്നും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. നിരവധിയായ ആഗ്രഹങ്ങൾ തമ്പുരാൻ അത് സാധിച്ചു കൊടുക്കുന്നുണ്ട്. ഒത്തിരി മക്കൾ പലപ്പോഴും വിളിച്ച് അച്ഛാ പ്രാർത്ഥിച്ചതിന് നന്ദി പറയാറുണ്ട്. ഞാൻ അവരോടൊക്കെ പറയുന്നൊരു കാര്യം ഇത്രയേ ഉള്ളൂ: എല്ലാ നന്മകളും എല്ലാ പുകഴ്ചയും എല്ലാ മഹത്വവും തമ്പുരാന് മാത്രം. ഞാൻ എൻ്റെ തമ്പുരാൻ്റെ കയ്യിലെ ഒരു ഉപകരണം മാത്രമാണ്. നിങ്ങളുടെ മുമ്പിലേക്ക് തമ്പുരാൻ്റെ അനുഗ്രഹങ്ങളും കൃപകളും വാങ്ങിത്തരുന്നതിൽ സഹായിക്കാൻ ഒരു ഉപകരണം മാത്രമാണ് ഞാൻ. നിങ്ങൾക്ക് വേണ്ടി എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പല മക്കളും ഫോണിലൂടെയും മെസ്സേജിലൂടെയും ഒക്കെ വിളിച്ച് കാര്യങ്ങൾ പറയാറുണ്ട്. അച്ഛാ പ്രാർത്ഥിക്കണം. പലരുടെയും നിയോഗങ്ങൾ ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നുമുണ്ട് കേട്ടോ. നിരവധിയായ ആവശ്യങ്ങൾ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് ഞാൻ കൊടുക്കുന്നുമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഇനിയും പ്രാർത്ഥിക്കുന്നതായിരിക്കും, അതിൻ്റെ ഉറപ്പാണ്. ജീവിതത്തിൽ പലവിധ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മളൊക്കെ. പലരും 51 സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്, മാതാവിനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നിരവധിയായ പ്രാർത്ഥനകൾ നമ്മൾ നടത്തുന്നുണ്ട്. പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കിട്ടാതിരിക്കുമ്പോൾ ചിലർ വിളിച്ചിട്ട് പറയും, അച്ഛാ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ചില കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നില്ല, പല കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറുന്നില്ല, പല തടസ്സങ്ങളും ഞങ്ങളെ വിട്ടു പോകുന്നില്ല. ഞാൻ അവരോടൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്: ദൈവത്തിന് ഇഷ്ടപ്പെട്ട ജീവിതമാണോ നിൻ്റെയെന്ന് ആദ്യം നീ ചിന്തിക്കണം. ദൈവത്തിന് നിരക്കുന്ന രീതിയിലാണോ നീ ജീവിക്കുന്നത് എന്ന് ആദ്യമേ ചിന്തിക്കണം. ഈ സുവിശേഷം പഠിപ്പിക്കുന്നതനുസരിച്ച് 10 കൽപ്പനകൾക്കനുസരിച്ച് ആണോ നിൻ്റെ ജീവിതം? ആദ്യം പരിശോധിക്കേണ്ടത് അതാണ്. ദൈവത്തിന് നിരക്കുന്നതല്ല എങ്കിൽ, ദൈവത്തിൻ്റെ കൃപയ്ക്ക് തടസ്സമായിട്ട് നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പാപാവസ്ഥകൾ ഉണ്ടെങ്കിൽ ആദ്യം അത് മാറ്റിക്കളഞ്ഞിട്ട് വേണം ആദ്യമേ പ്രാർത്ഥിക്കാൻ. കേട്ടോ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും എനിക്ക് ആദ്യമേ പറയാനുള്ളത് തന്നെയാണ്. ഞാൻ എപ്പോഴും പറയും, ഏത് പ്രാർത്ഥന ചൊല്ലുമ്പോഴും ജീവിതത്തിലെ ചില നിയോഗങ്ങൾ നടക്കാൻ വേണ്ടി നിങ്ങൾ അനുതാപമുള്ളൊരു മനസ്സോടുകൂടെ നല്ലൊരു കുമ്പസാരം നടത്തിയിട്ട് പ്രാർത്ഥിച്ചു നോക്കിയേ. ദൈവത്തിൻ്റെ കൃപയും അഭിഷേകവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് സത്യമാണ്. പിന്നെയും ആ തെറ്റിലേക്ക് പോകാനല്ല, ആ തെറ്റ് തിരുത്തി എൻ്റെ ജീവിതത്തിൽ എന്താണോ എനിക്ക് കുറവ്, എന്താണോ എൻ്റെ പോരായ്മ, എന്താണോ എൻ്റെ ബലഹീനത, അതിൽ തിരുത്തലുകൾ നടത്തിയിട്ട് നല്ലൊരു കുമ്പസാരം നടത്തിയിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കേ. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും, നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും, നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിത്തരും. ഒത്തിരി മക്കൾ 51 സങ്കീർത്തനം ഇപ്പോൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. അച്ഛൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ അച്ഛൻ പറയുകയുണ്ടായി, പല മക്കളും ആ വീഡിയോ കാണുകയും 51 സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കുന്നത് മൂലം ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട്. പല ദിവസങ്ങളിലും ആളുകൾ വിളിച്ച്, അച്ഛാ ഒത്തിരി നന്ദി. ഞാൻ എപ്പോഴും പറയും, എല്ലാ പുകഴ്ചയും എല്ലാ മഹത്വവും എൻ്റെ തമ്പുരാന് മാത്രം. തമ്പുരാൻ്റെ കയ്യിലൊരു ഉപകരണം മാത്രമാണ് ഞാൻ. നിങ്ങളുടെ മുമ്പിലേക്ക് ഈ പ്രാർത്ഥനകൾ വെച്ച് നീട്ടുന്നത് ഒത്തിരി മക്കളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളും ഇങ്ങനെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. ഒത്തിരിയേറെ അടയാളങ്ങളും കൃപകളും നിങ്ങളുടെ ജീവിതത്തിൽ നിറയുമെന്ന് കേട്ടോ. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, ഏത് കാര്യത്തിനും പ്രാർത്ഥിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ വരണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നിന്നും ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, എന്തെങ്കിലും തെറ്റിൻ്റെ കാര്യങ്ങൾ, പാപത്തിൻ്റെ അടിമത്തങ്ങൾ, അത് മാറ്റി വെച്ചിട്ട് വേണം പ്രാർത്ഥിക്കാൻ. അപ്പോൾ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുണ്ട്. കാരണം ദൈവത്തിൻ്റെ കൃപയ്ക്ക് തടസ്സമായിട്ട് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആദ്യം അതാണ് മാറ്റേണ്ടത്, എന്നിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ കാര്യങ്ങൾ നടന്നു കിട്ടും. കാരണം ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ തൂകാനായിട്ട്, ഒത്തിരിയേറെ അഭിഷേകം നൽകാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ദിവസം ഒരു സഹോദരിയോട് ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞു. കുറച്ച് നാളുകൾക്ക് മുമ്പാ ആ സഹോദരിയോടും പറഞ്ഞു, മോളെ നിൻ്റെ ജീവിതത്തിൻ്റെ തെറ്റ് നീ മാറ്റി വെച്ചിട്ട് നീ ഒന്ന് തമ്പുരാനോട് പ്രാർത്ഥിച്ചു നോക്ക്, നീ ചോദിക്കുന്ന കാര്യം തമ്പുരാൻ തരും. ആ മകളിന്ന് വിദേശത്താ. ഞാനത് നിങ്ങളോട് പറഞ്ഞതെന്നറിയോ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ നമ്മുടെ പാപാവസ്ഥകളാണ്. ആ പാപാവസ്ഥകൾ മാറ്റിക്കളയുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ നിറയും. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ, എൻ്റെ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ, വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അനുതാപമുള്ളൊരു മനസ്സോടുകൂടെ ദൈവത്തിൻ്റെ മുന്നിൽ നിന്നാൽ ധൂർത്തപുത്രനെ ചേർത്ത് പിടിച്ച പിതാവിൻ്റെ സ്നേഹം, ആ സ്നേഹം നിങ്ങളെ തേടിയെത്തും, നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കും, നിങ്ങൾക്ക് വേണ്ടത് തമ്പുരാൻ തരും. അപ്പം അനുതാപമുള്ളൊരു മനസ്സോടുകൂടെ നല്ലൊരു കുമ്പസാരമൊക്കെ നടത്തി നിങ്ങൾ തമ്പുരാൻ്റെ മുമ്പിൽ താഴ്മയോടെ നിന്നോക്കേ. ദൈവം തക്ക സമയത്ത് നമ്മുടെ ജീവിതത്തെ ഉയർത്തും. നമുക്ക് ജീവിതത്തിന് ആവശ്യമാണോ
ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ളത് തമ്പുരാൻ തരുള്ളൂ, അല്ലാതെ തരില്ല. നിങ്ങൾ എത്ര കരഞ്ഞാലും നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ളത്, അത്യാവശ്യമാണ്, എൻ്റെ ജീവിതത്തിന് അത് ഉപകരിക്കും എന്ന് തമ്പുരാനെ തോന്നിയാൽ അത് തരും. ഇല്ലെങ്കിൽ എത്ര പ്രാർത്ഥിച്ചാലും തരില്ല. അത് ജീവിതം കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ഇത് അച്ഛൻ നിങ്ങളുടെ ഒരു അപേക്ഷിക്കുകയാണ്, അല്ലാതെ ആജ്ഞാപിക്കുകയോ ഉപദേശ രൂപത്തിൽ പറയുകയോ ഒന്നുമല്ല. അച്ഛൻ്റെ എളിയ റിക്വസ്റ്റാണ് നിങ്ങളോട്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. ദൈവത്തിന് നിരക്കുന്ന രീതിയിൽ നീ ജീവിച്ചിട്ട് ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. അപ്പോൾ ജീവിതത്തിന് അനുഗ്രഹം ഉണ്ടാവും, കൃപയുണ്ടാകും, ദൈവത്തിൻ്റെ അഭിഷേകവും അത്ഭുതങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിറയും, പരിശുദ്ധാത്മാവ് വരും, ഒത്തിരിയേറെ നന്മയോടെ നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ, ഏത് പ്രാർത്ഥനയാണെങ്കിലും നല്ലൊരു മനസ്സോടുകൂടെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. തമ്പുരാൻ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ ബലിയർപ്പിക്കാൻ വരുമ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും പക നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ ബലിവസ്തു അവിടെ വെച്ചിട്ട് അവനുമായി രമ്യതപ്പെട്ടിട്ട് വന്ന് ബലിയർപ്പിക്കാനാണ് തമ്പുരാൻ പറഞ്ഞിരിക്കുന്നത്, പ്രാർത്ഥിക്കാനാണ് തമ്പുരാൻ പറഞ്ഞിരിക്കുന്നത്. നിന്റെ ജീവിതത്തിലും പ്രാർത്ഥനകൾ അങ്ങനെ ആകട്ടെ. ഒത്തിരിയേറെ ദൈവാനുഗ്രഹങ്ങളും കൃപകളും ജീവിതത്തിൽ നിറയട്ടെ എന്ന് ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ധ്യാനമായിരുന്നു. ധ്യാനം കഴിഞ്ഞ് ഇന്ന് രാവിലെ എത്തിയുള്ളൂ. ധ്യാനത്തിൻ്റെ ഇടയിൽ ഒരു സഹോദരി എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ചോദ്യം ഇങ്ങനെയാണ്, അച്ഛാ, ഏറ്റവും ശക്തമായ പ്രാർത്ഥന ഏതാ? ഞാൻ ഈ 51-ാം സങ്കീർത്തനം ചൊല്ലാൻ പറഞ്ഞു. പലരും അത് പ്രാർത്ഥിക്കുന്നുണ്ട്. പരിശുദ്ധാമ്മയെ ചേർത്ത് പിടിച്ച് ജപമാല ചൊല്ലി അല്ലെങ്കിൽ പരിശുദ്ധാമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത് സത്യമുള്ള കാര്യമാണ്, അതും ചെയ്യുന്നുണ്ട്. പല മക്കളും പലവിധ പ്രാർത്ഥനകൾ ജീവിതത്തോട് ചേർത്ത് വെച്ച് ചെയ്യുന്നുണ്ട്. എല്ലാം നല്ലത് തന്നെ. ഞാൻ പറയുക, എല്ലാ പ്രാർത്ഥനകളും നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതാണ്. നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ജീവിതത്തിന് വേണ്ട കാര്യങ്ങൾ സാധിച്ചു തരുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എല്ലാവർക്കും നിങ്ങൾക്ക് മനസ്സിന് യോജിച്ചത് ഏതാണ്? ചിലർ പറയാ, 51-ാം സങ്കീർത്തനം ചെല്ലുമ്പോൾ എന്തെന്നില്ലാത്ത അനുഗ്രഹം നിറയുക. ഒത്തിരി മക്കൾ എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിരവധിയായ ആവശ്യങ്ങൾ എൻ്റെ കാര്യങ്ങളിലേക്ക് എത്തുന്നുമുണ്ട്. ആ ആവശ്യങ്ങൾ മുഴുവൻ ഞാൻ ദൈവസന്നിധിയിൽ വെക്കുന്നുണ്ട്. എൻ്റെ സക്രാരിയുടെ മുമ്പിൽ, എൻ്റെ ദേവാലയമാണിത്. ഈ ദേവാലയത്തിൽ എന്നും വിശുദ്ധ ബലി അർപ്പിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ യൂട്യൂബ് ചാനലിൽ എല്ലാ ദിവസവും വിശുദ്ധ ബലി ഇടുന്നുണ്ട്. അതിൽ കൂടാതെ ഈ നിങ്ങളുടെ നിയോഗങ്ങൾ അത് എൻ്റെ കൈകളിലേക്ക് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ എന്നും സക്രാരിയുടെ അടിയിൽ അത് വെക്കും. ഒത്തിരി പ്രാർത്ഥനാ നിയോഗങ്ങൾ, ഈ പ്രാർത്ഥനാ നിയോഗങ്ങൾ വെക്കുന്നത് പോലും ഓരോരുത്തരുടെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയാണ്. അതെപ്പോഴും വെക്കും. ഓരോരുത്തരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുമുണ്ട് കേട്ടോ. ദൈവം നിരവധിയായ അനുഗ്രഹങ്ങൾ കൃത്യസമയത്ത്, അത് ദൈവത്തിൻ്റെ സമയമാണ്, നമ്മുടെ സമയമല്ല. നമ്മൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി എത്ര പ്രാർത്ഥിച്ചാലും ചിലപ്പോൾ നടന്നു വരില്ല. അതിനൊരു സമയമുണ്ട്. ആ സമയത്ത് തമ്പുരാൻ നമ്മുടെ ജീവിതത്തിന് നല്ലതാണോ അത് തരും കേട്ടോ. അതുകൊണ്ട് സങ്കടപ്പെടേണ്ട. ഈ നിയോഗങ്ങളൊക്കെ പലരുടെയും നിയോഗങ്ങളാണ്, പലരുടെയും ആവശ്യങ്ങളാണ്, പലരുടെയും വേദനകളാണ്. ആ വേദനകൾക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. പലരുടെയും പേര് എഴുതി വെച്ചും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട. എന്നോട് പ്രാർത്ഥന ആവശ്യങ്ങൾ പലരും ഫോൺ വിളിച്ചൊക്കെ ചിലപ്പോൾ കിട്ടാറില്ല എന്നെ. എനിക്ക് ധ്യാനങ്ങളുള്ളതുകൊണ്ട്, തിരക്കുകളുള്ളതുകൊണ്ടാണ് കിട്ടാത്തത്, അല്ലാണ്ട് എടുക്കാത്തതല്ല. പിന്നെ എപ്പോഴും ഫോൺ ഉപയോഗിക്കാത്ത ഒരാളാണ് ഞാൻ. ആവശ്യ നേരങ്ങളിലോ ഫ്രീ ടൈമുകളിലോ അല്ലെങ്കിൽ പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചിലർ വിളിച്ചാൽ കിട്ടത്തില്ല. ചിലർ വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ച് കാര്യങ്ങൾ പറയാറുണ്ട്. ഞാൻ പലർക്കും വേണ്ടിയും എല്ലാവരുടെയും പേരുകൾ ചോദിക്കും പലരോടും പറയുമ്പോൾ. ആ പേരുകൾ എഴുതി വെച്ച് പറ്റാവുന്നിടത്തോളം പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിന് നിരക്കുന്ന രീതിയിൽ ജീവിച്ചിട്ട് വേണം. അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന് ദൈവത്തിന് തടസ്സമായിട്ട്, അല്ലെങ്കിൽ ദൈവത്തിന് അനുഗ്രഹത്തിന് തടസ്സമായിട്ട് എന്തെങ്കിലും ഉണ്ടോ അത് മാറ്റിക്കളഞ്ഞിട്ട് വേണം പ്രാർത്ഥിക്കാൻ. അപ്പോഴാണ് അനുഗ്രഹങ്ങളും കൃപകളും കിട്ടുക കേട്ടോ. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, എന്നോടൊരു സഹോദരി ചോദിച്ചൊരു ചോദ്യമാണ്, അച്ഛാ, ഏറ്റവും ശക്തമായ പ്രാർത്ഥന ഏതാ? അത് വേറെ ഒന്നുമല്ല. നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, ഏറ്റവും ശക്തമായ എല്ലാ പ്രാർത്ഥനകളും ഏറ്റവും ശക്തമാണ്. പക്ഷേ ഏറ്റവും ശക്തമായ പ്രാർത്ഥന, ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ തൂകുന്ന ഒരു പ്രാർത്ഥനയാണ് ഈശോ പഠിപ്പിച്ചൊരു പ്രാർത്ഥന. നമുക്കെല്ലാവർക്കും അറിയാതെ ഈശോ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആ പ്രാർത്ഥന നിങ്ങൾ എന്നും ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയ്ക്ക് അതിൻ്റെതായ ഒരു ശക്തിയുണ്ട്, ഒത്തിരി ശക്തിയുണ്ട് ആ പ്രാർത്ഥനയ്ക്ക്. ഞാൻ എന്നും വിശുദ്ധ കുർബാനയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഏറ്റവും ശക്തമായ പ്രാർത്ഥനയാണ്. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന അത് വിശുദ്ധ ബൈബിളിലെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ ഉള്ള തിരുവചനങ്ങളിൽ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് കിടക്കുന്നുണ്ട്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ,
ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈ പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. നിങ്ങൾ ജീവിതത്തിൽ ഇതുപോലെ ശക്തിയുള്ളൊരു പ്രാർത്ഥന നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറയും. പലപ്പോഴും വളരെയധികം കെയർലെസ് ആയിട്ടാണ് നമ്മൾ ഈ പ്രാർത്ഥന ചെല്ലുന്നത്, അല്ലേ? ഇപ്പം നമ്മുടെ സന്ധ്യാപ്രാർത്ഥനയിൽ നമ്മൾ എല്ലാ ദിവസവും ഇത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ വീടുകളിൽ ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം പക്ഷേ അതിൻ്റെ ശക്തി നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ കിട്ടാത്തതിൻ്റെ കാരണം എന്താണെന്നറിയോ? അത്രയേറെ പ്രാധാന്യത്തോടെ അല്ല നമ്മളത് ചെല്ലുക. ഞാൻ എന്നും വിശുദ്ധ കുർബാനയിൽ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചെല്ലുമ്പോൾ എൻ്റെ ഇടവക മക്കളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ നന്നായിട്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കണം. ഏറ്റവും നന്നായിട്ട് വിശുദ്ധിയോടുകൂടെ തമ്പുരാൻ്റെ മുമ്പിൽ എല്ലാ സങ്കടങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥന ചെല്ലണം. കാരണം ആ പ്രാർത്ഥനയ്ക്ക് അതിൻ്റേതായ ഒരു ശക്തിയുണ്ട്. കാരണം ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന, വേറെ ഒന്നുമല്ല, ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് അതിൻ്റേതായ ശക്തിയുണ്ട്. വേറെ ആരും പഠിപ്പിച്ചതല്ല, ഈശോ പഠിപ്പിച്ചതാ. ജീവിതത്തിലെ സങ്കീർണമായ ഏത് അവസ്ഥയിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിലും, ഏത് പ്രശ്നവും നിന്റെ ജീവിതത്തിലുണ്ടോ, ഈ പ്രാർത്ഥന ഒന്ന് ചൊല്ലി പ്രാർത്ഥിച്ചു നോക്ക്. വല്ലാത്ത അനുഗ്രഹമായിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്രയും വിശ്വാസത്തോടെ നല്ലൊരു കുമ്പസാരമൊക്കെ നടത്തി ജീവിതത്തിൻ്റെ പാപക്കറകളൊക്കെ കഴുകിക്കളഞ്ഞ് തമ്പുരാൻ്റെ മുമ്പിൽ അത്രയേറെ വിശ്വാസത്തോടുകൂടെ നിങ്ങൾ മനമൊരുക്കി കണ്ണീരൊഴുക്കി ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ അകന്നു പോകും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചോദിക്കുന്ന കാര്യം നിങ്ങൾക്ക് കിട്ടും. നമ്മൾ എന്താ പ്രാർത്ഥിക്കണേ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കണേ. ഒരപ്പന് സ്വന്തം മക്കളെ മറക്കാൻ പറ്റുമോ? ഒരിക്കലും മറക്കാൻ പറ്റില്ല. നിങ്ങൾ ഓർക്കണം, അത് കൃത്യമായിട്ട് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് കൃത്യമാണ്. അതൊരു വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 4 വരെയും അത് പ്രാർത്ഥന കാണാൻ പറ്റും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെ പ്രാർത്ഥിക്കണത്. കപടനാട്യക്കാരെ പോലെ പ്രാർത്ഥിക്കരുതെന്ന് തമ്പുരാൻ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 5 മുതൽ പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു ഹെഡിങ്ങിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീതികളുടെ കോണുകളിൽ നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. കപടനാട്യം പാടില്ല പ്രാർത്ഥനയിൽ. ദൈവത്തെയാണ് നീ പ്രീതിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, ദൈവത്തിനോടാണ് നീ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നീ പ്രാർത്ഥിക്കരുത്. ഒരിക്കലും ജീവിതത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നീ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. അത് വളരെ സുന്ദരമായിട്ട് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് വരെ ഈശോ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസത്തോടുകൂടെ ദൈവത്തിൻ്റെ മുന്നിൽ നിന്നാൽ, കപടതകളില്ലാതെ കള്ളത്തരങ്ങളില്ലാതെ ദൈവത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നീ ചോദിക്കുന്ന കാര്യം തമ്പുരാൻ തരും. ഏറ്റവും ശക്തമായ പ്രാർത്ഥന അത് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ബൈബിളിലുണ്ട് കൃത്യമായിട്ട്. ബൈബിളിൽ നമുക്ക് തരുന്ന ഏറ്റവും സുന്ദരമായ പ്രാർത്ഥനയാണിത്. ജീവിതത്തിലെ പലവിധ രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവനാണോ നീ? ഈ പ്രാർത്ഥന ഒന്ന് ചൊല്ലി പ്രാർത്ഥിച്ചു. ഒരു പ്രാവശ്യമൊന്നല്ല, നിനക്ക് എത്രത്തോളം പ്രാർത്ഥിക്കാൻ പറ്റുമോ അത്രത്തോളം പ്രാർത്ഥിക്കണം. ചില മക്കൾ ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എൻ്റെ അടുത്ത് വന്നപ്പോൾ, ഇത് ഞാൻ നിങ്ങളോട് പറയുന്ന പ്രാർത്ഥനകൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്നറിയോ? ഞാൻ പലർക്കും പറഞ്ഞു കൊടുക്കുന്ന പ്രാർത്ഥനയാണ്. എൻ്റെ അടുത്ത് ധ്യാനം കേട്ടിട്ട് എൻ്റെ ധ്യാന ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ട് ആ പ്രാർത്ഥനകൾ പലരും വന്ന് ചോദിക്കുക, അച്ഛൻ ഞങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഈ തടസ്സമൊന്നും മാറാൻ? പലർക്കും പറഞ്ഞു കൊടുത്ത പ്രാർത്ഥനകളാണ് ഞാൻ നിങ്ങളുടെ വീഡിയോയിലൂടെ പറയുക. എനിക്ക് എല്ലാവരോടും വന്നു പറയാൻ സാധിക്കാത്തത് കൊണ്ടാണ് വീഡിയോയിലൂടെ പറയുക. 51-ാം സങ്കീർത്തനം പല മക്കൾക്കും ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഫലം കണ്ടപ്പോഴാണ് അതൊരു പാപിയുടെ സങ്കീർത്തനമാണ്. എന്നുവെച്ചാൽ ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. ഒരു പാപിയുടെ പ്രാർത്ഥനയാണ്, ചങ്ക് പൊട്ടിയുള്ളൊരു പ്രാർത്ഥന. നിങ്ങളുടെ ജീവിതത്തിൽ പാപാവസ്ഥകൾ പെരുകുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അച്ഛൻ പറയാറ്. അതുപോലെ തന്നെ അച്ഛൻ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. എത്രമാത്രം എഴുതി പ്രാർത്ഥിക്കാൻ പറ്റും. ചിലരോട് പറയും എഴുതി പ്രാർത്ഥിക്കണം, കാരണം കോൺസെൻട്രേഷൻ കിട്ടാൻ, ആ പ്രാർത്ഥനയിൽ അലിഞ്ഞു ചേർന്ന് പ്രാർത്ഥിക്കാൻ നമുക്കത് കുറച്ചും കൂടി സാധ്യമാകും. ചിലരോട് പറയും നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ഒരു ദിവസം ചെല്ലാൻ പറ്റുമോ അത്രയും പ്രാവശ്യം ചൊല്ലണം. ചില നിയോഗങ്ങൾക്ക് വേണ്ടി, ചില ആവശ്യങ്ങൾക്ക് വേണ്ടി. ഞാൻ പറയാം, ഒരു സഹോദരിയുടെ അടുത്ത് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാ ദിവസവും നിങ്ങളൊരു 50 പ്രാവശ്യം ഈ പ്രാർത്ഥന ചൊല്ലണം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അത് നിങ്ങൾക്ക് എപ്പോഴും ചൊല്ലിക്കൊണ്ടടക്കാം, ഒരു സുഹൃത്ത് ജപം പോലെ ചൊല്ലിക്കൊണ്ടടക്കാം. അത് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ചൊല്ലാൻ പറ്റുന്ന ഒരു പ്രാർത്ഥന, ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന, കാണാപ്പാഠം പഠിക്കേണ്ട ഒരു പ്രാർത്ഥന.
പലപ്പോഴും ഈ പ്രാർത്ഥനയുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി ചെല്ലുമ്പോഴാണ്, അതിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്ന് ചെല്ലുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കിട്ടുക. അത് സത്യമാണ്. ജീവിതത്തിൽ ചിന്തിച്ചോളാം, അത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. നമ്മുടെ ജീവിതത്തിന് എന്താണ് ആഹാരം? ചിലപ്പോൾ ജീവിതത്തിൻ്റെ തടസ്സങ്ങളാണോ ബുദ്ധിമുട്ടുകളാണോ, അതൊക്കെ തമ്പുരാൻ തരും. കൃത്യമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക സ്വർഗീയ പിതാവിനോട്, എൻ്റെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കാരണം അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. നമ്മുടെ ജീവിതത്തിന് എന്താണോ വേണ്ടത് അവിടുന്ന് തരും. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. കാരണം നിങ്ങൾ ജീവിതത്തിൽ ഓർക്കണം, ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകട്ടെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ജനമേ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥനയ്ക്ക് അതിൻ്റേതായ സ്ഥാനം കൊടുത്ത് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്. ഈശോ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയ്ക്ക് ഒത്തിരി ശക്തിയുണ്ട്, ഒത്തിരി ശക്തി. പല മക്കൾക്കും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കണം. ചിലരുടെയും പറയും എല്ലാ ദിവസവും ചൊല്ലണം, എല്ലാ ദിവസവും 50 പ്രാവശ്യം ചൊല്ലാൻ പറ്റുമോ, 100 പ്രാവശ്യം ചൊല്ലാൻ പറ്റുമോ? അതൊരു സംരക്ഷണം പോലെ സ്വർഗീയ പിതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടെ ചൊല്ലിയൊക്കെ മാറ്റങ്ങളുണ്ടാകും, അനുഗ്രഹങ്ങളുണ്ടാകും, കൃപകളുണ്ടാകും. ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ടായിരിക്കും, എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ടായിരിക്കും. ആ വ്യക്തിക്ക് വേണ്ടി ഈ സ്വർഗസ്ഥന പിതാവെ നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കണം, കാഴ്ചവെച്ച് പ്രാർത്ഥിക്കണം. മാറ്റങ്ങളുണ്ടാകും, അത്ഭുതങ്ങളുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ തടസ്സം തമ്പുരാൻ മാറ്റിത്തരും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഓർമ്മിപ്പിക്കുന്നു, നല്ലൊരു കുമ്പസാരം നടത്തിയിട്ട് വേണം തമ്പുരാനോട് പ്രാർത്ഥിക്കാൻ. തമ്പുരാൻ്റെ കൃപയ്ക്ക് തടസ്സമായിട്ട് എന്തെങ്കിലും ഉണ്ടോ അത് മാറ്റിക്കളഞ്ഞിട്ട് വേണം പ്രാർത്ഥിക്കാൻ. അപ്പോഴാ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും കൃപകളും നന്മകളും ഉണ്ടാകുള്ളൂ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ, ഈ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയുടെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. ഈ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കാം. ജീവിതത്തിൽ വിശ്വാസത്തോടു കൂടെ നീ ദൈവത്തിൻ്റെ മുന്നിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനയിലൂടെ തമ്പുരാൻ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ തരുമെന്ന് നമുക്ക് തിരിച്ചറിയാം. പല മക്കളും ഒത്തിരി തവണ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഇത്. ഞാൻ പലർക്കും എൻ്റെ അടുത്ത് കാണാൻ വരുന്നവർക്കും ഇപ്പോൾ കാണാനൊന്നും അധികം സാധിക്കുന്നില്ല. കാരണം എല്ലാ ദിവസവും ധ്യാനമാണ്, മിക്കവാറും ദിവസങ്ങളിൽ ധ്യാനമാണ്. പിന്നെ ഇടവകയിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അങ്ങനെ കാണാനായിട്ട് പല മക്കളെയും സാധിക്കുന്നില്ല. പക്ഷേ എൻ്റെ അടുത്ത് വരുന്നവരോടും എന്തെങ്കിലും സങ്കടങ്ങൾ പറയുന്നവരോടൊക്കെ ഞാൻ പറയുക, സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നല്ലൊരു കുമ്പസാരം നടത്തി ദിവസവും തമ്പുരാൻ്റെ അടുത്ത് പോയിരുന്ന്, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ പോയിരുന്ന് എല്ലാ ദിവസവും നിങ്ങളുടെ ആ ദുഃഖങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കേ. മാറ്റങ്ങളും അനുഗ്രഹങ്ങളും കൃപകളുണ്ട്. കാരണം ഏറ്റവും ശക്തമായ പ്രാർത്ഥന അത് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന, വേറെ ആരും പഠിപ്പിച്ചല്ല, ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന. നമ്മളെ ഈശോ പഠിപ്പിച്ചെന്നത് പ്രാർത്ഥനയത്. ജീവിതത്തിൽ എപ്പോഴും ഓർക്കണം, ഈശോ നമ്മളെ പഠിപ്പിച്ച ഏറ്റവും സുന്ദരമായ കാര്യം, സ്വർഗത്തിൽ എനിക്കൊരു അപ്പൻ ഉണ്ടെന്ന, എന്തിനും പോകുന്ന ഒരു അപ്പൻ, എല്ലാത്തിനും തികഞ്ഞൊരപ്പൻ, സർവ്വ നന്മ സ്വരൂപനായ അപ്പൻ. ആ അപ്പൻ ഉള്ളിടത്തോളം കാലം എൻ്റെ ജീവിതത്തിന് മാറ്റം ഉണ്ടാവില്ല. ആ അപ്പൻ എനിക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ചു തരും. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, ഈ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. മാറ്റങ്ങളുണ്ടാകും, അനുഗ്രഹങ്ങളുണ്ടാകും. കാരണം ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടാവോ, എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടാവോ? കാരണം അവൻ എല്ലാത്തിനും പോകുന്നൊരു ദൈവമാണ്. ആ ഈശോ നമ്മളെ പഠിപ്പിച്ചെന്ന ഈ പ്രാർത്ഥന നിങ്ങൾ ആത്മാർത്ഥതയോടെ വിശ്വാസത്തോടെ ഒന്ന് ചൊല്ലി നോക്കിയേ, മാറ്റങ്ങളുണ്ടാകും. അത് സത്യമാണ്. കാരണം അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിലേക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുവൻ എന്ന് പറഞ്ഞിട്ട് തമ്പുരാൻ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് പറയണേ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവനെന്ന് ഈശോ പറയണേ. ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ. അത് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9-ാം തിരുവചനം, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ. കൃത്യമായിട്ട് പറഞ്ഞു വെക്കുക, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. കൃത്യമായിട്ട് പറയാ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ. തമ്പുരാൻ പറയാ, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ള കാര്യത്രേ ഉള്ളൂ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ. ഈശോ പറഞ്ഞു വെച്ച അതേ ഡയലോഗ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ജീവിതത്തിലെ കടബാധ്യതകളുണ്ടോ, രോഗങ്ങളുണ്ടോ, പലവിധ പ്രശ്നങ്ങളിലൂടെയാണ് നീ കടന്നു പോകുന്നത്. മക്കളെക്കുറിച്ച് ആകുലതകളുണ്ടോ, മക്കളുടെ കല്യാണം നടന്നിട്ടില്ലേ, ജോലി കിട്ടിയിട്ടില്ലേ, വിസയുടെ തടസ്സമാണോ, OET IELTS PSC ടെസ്റ്റുകളുടെ ബുദ്ധിമുട്ടുണ്ടോ, പരീക്ഷ എഴുതിയിട്ട് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്, ഒരു വീട് വയ്ക്കാൻ പ്ലാനുണ്ടോ, എന്തെങ്കിലും തടസ്സങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ജീവിതത്തിലുണ്ടെങ്കിൽ, ഈ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ചു നോക്ക്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു നോക്ക്. മാറ്റം ഉണ്ടാവും, അനുഗ്രഹം ഉണ്ടാവും. ആദ്യമേ അച്ഛൻ പറഞ്ഞ കാര്യം ഓർമ്മയിലിരിക്കട്ടെ. നല്ലൊരു കുമ്പസാരം നടത്തി ദൈവത്തിൻ്റെ അനുഗ്രഹം നിൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് തടസ്സമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിക്കളഞ്ഞിട്ട് വേണം
നിങ്ങൾ പ്രാർത്ഥിക്കാൻ. അപ്പോൾ ജീവിതത്തിന് അനുഗ്രഹങ്ങളുണ്ടാകും, കൃപകൾ ഉണ്ടാകും, അഭിഷേകം ഉണ്ടാകും. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തെ തമ്പുരാൻ്റെ മുമ്പിൽ ചേർത്ത് വെച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഈ വീഡിയോയിലൂടെ ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഏറ്റവും ശക്തമായ പ്രാർത്ഥന അങ്ങ് തന്നെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥനയോട് ചേർത്ത് വെച്ച് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ദൈവമേ നീ അനുഗ്രഹിക്കണമേ. ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ് ഇവർ ഓരോരുത്തരും. ഇവരുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ നൊമ്പരങ്ങളുണ്ട്. കർത്താവേ, ആ മക്കളുടെ ഓരോ നൊമ്പരങ്ങളും വേദനകളും നിൻ്റെ മുമ്പിലേക്ക് ഞാൻ തരികയാണ്. ആ മക്കളുടെ നൊമ്പരങ്ങളിലേക്കും വേദനകളിലേക്കും ആവശ്യങ്ങളിലേക്കും ആരോടും പറയാത്ത ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളിലേക്കും അങ്ങ് കടന്നു വരണേ കർത്താവേ. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ സ്വർഗീയ അപ്പ, ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾക്ക് വേറെ ആരുമില്ല തമ്പുരാനെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ഓരോ പ്രശ്നങ്ങളും നിൻ്റെ മുമ്പിലേക്ക് ഞാൻ തരുന്നു. ഞങ്ങളുടെ യാചനകൾ സ്വീകരിച്ച് ഞങ്ങളുടെ കണ്ണീര് കണ്ട് ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. കാരുണ്യവാനായ ദൈവമേ, ഈ മക്കൾക്ക് ഓരോരുത്തർക്കും വേണ്ടി, എൻ്റെ മുമ്പിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി ഈ പ്രാർത്ഥന ഞാൻ ചൊല്ലി പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കേട്ട് ദൈവമേ, ഈശോ പഠിപ്പിച്ചു തന്ന ഈ പ്രാർത്ഥന കേട്ട്, ഏറ്റവും ശക്തമായി പ്രാർത്ഥന കേട്ട് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ. എന്നെ അങ്ങ് ഏൽപ്പിച്ചിരിക്കുന്ന ഈ മക്കളെ ഞാൻ നിൻ്റെ മുമ്പിലേക്ക് തരുന്നു. ഈ മക്കളുടെ പ്രാർത്ഥനകൾ കേട്ട് അങ്ങ് അനുഗ്രഹിക്കണമേ. പറ്റുമെങ്കിൽ എല്ലാവരും എന്നോടൊപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും കരങ്ങൾ വിടർത്തിപ്പിടിച്ച് യാചനാരൂപത്തിൽ പിടിച്ച് സ്വർഗീയ പിതാവിനെ ഓർത്തുകൊണ്ട് എന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് ചെല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഓർക്കുക, ഇത് ശക്തമായ പ്രാർത്ഥനയാണ്. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ഈശോ പറയുക, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ. ജീവിതത്തിന് എന്ത് നൊമ്പരമുണ്ടോ, നിനക്ക് എത്രമാത്രം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന പറയാൻ പറ്റുമോ, ചൊല്ലാൻ പറ്റുമോ, അത്ര അനുഗ്രഹങ്ങൾ നിൻ്റെ ജീവിതത്തിൽ നിറയും. അത് സത്യമാണ്. തമ്പുരാൻ ഈ സുവിശേഷത്തിലൂടെ, മാറ്റമില്ലാത്ത വചനത്തിലൂടെ നമുക്ക് തന്നിട്ടുള്ള സത്യമാണ്. ആ സത്യം മനസ്സിലാക്കി ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. ആശീർവാദം നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ കാര്യത്തിലും എന്നും നിറയുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം കേട്ടോ. നമുക്ക് പ്രാർത്ഥനയിൽ കണ്ടുമുട്ടാം. എപ്പോഴും ഓർക്കുക, എൻ്റെ കൂടെ ഒരു സ്വർഗീയ പിതാവ് എൻ്റെ ജീവിതത്തിന് ഉണ്ട്. അവൻ എന്നെ താങ്ങിക്കൊള്ളും, അവൻ എന്നെ ചേർത്ത് പിടിച്ചോളും, എനിക്ക് വേണ്ടത് തന്നോളും. ആ പിതാവിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നിന്നാൽ മതി. തക്ക സമയത്ത് എൻ്റെ തമ്പുരാൻ എന്നെ ഉയർത്തും, എന്നെ രക്ഷിക്കും. ഹല്ലേലൂയ.